ഹിമാലയത്തിന്റെ ഹൃദയഭാഗത്ത് സങ്കല്പങ്ങളെ യാഥാർത്ഥ്യമാക്കി ഒരു മഹാത്ഭുതം നിലകൊള്ളുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് റെയിൽ പാലം. ഇന്ത്യൻ റെയിൽവേയിൽ നിന്നുള്ള ഈ ആഴ്ചയിലെ ഏറ്റവും പുതിയ വാർത്തകളുമായി റെയിൽഫിലിക്കയുടെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. നദീതടത്തിൽ നിന്ന് 359 മീറ്റർ ഉയരത്തിൽ ജമ്മു കാശ്മീരിലെ ചെനാബ് നദിക്ക് കുറുകെ ഇത് ഭംഗിയോടെ ഉയർന്നു വന്നു. എന്നാൽ ഇതിനെല്ലാം അപ്പുറം ഒരു വനിതയുടെ ദൃഢനിശ്ചയത്തിന്റെയും കഠിന പ്രയത്നത്തിന്റെയും കഥ കൂടിയുണ്ട്. ഈ സ്വപ്നം സാധ്യമാക്കാൻ ഏകദേശം 2 പതിറ്റാണ്ടുകൾ സമർപ്പിച്ച ഡോക്ടർ ജി മാധവീലത എന്ന പെൺ പോരാളിയുടെ കഥ. ആന്ധ്രാപ്രദേശിലെ പ്രകാശം ജില്ലയിലെ എദ്ഗുണ്ട്ലപ്പാട് എന്ന ചെറിയ ഗ്രാമത്തിലാണ് ഡോക്ടർ മാധവീലത ജനിച്ചത്. 1992 JNDUവിൽ നിന്ന് ബിടെക് പഠിച്ച മാധവീലത തുടർന്ന് NIT വാറങ്കലിൽ നിന്ന് MTechൽ സ്വർണ്ണ മെഡലും 2000 IIT മദ്രാസിൽ നിന്ന് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ PhDയും നേടി. പിന്നീട് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ പ്രൊഫസറായി. ശേഷം റോക്ക് മെക്കാനിക്സിലും സ്ലോപ്പ് സ്റ്റെബിലിറ്റിയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠനം നടത്തി. 2005 ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ റെയിൽവേ പാലം പദ്ധതികളിൽ ഒന്നായ ചെനാബ് പാലത്തെക്കുറിച്ച് ആലോചിക്കാൻ ഡോക്ടർ ലതയെ ക്ഷണിച്ചു. ഈ സമയത്ത് ഭൂപ്രകൃതി വന്യവും പ്രവചനാതീതവുമായിരുന്നു. മലനിരകളും തകർന്ന പാറകളും ചരിവുകൾ അപകടകരമാം വിധം കുത്തനെയുള്ളതുമായിരുന്നു. എന്നിട്ടും അവർ ഈ ദൗത്യം പൂർണ്ണമായും ഏറ്റെടുത്തു. ഇന്ത്യൻ റെയിൽ നിർമ്മാണ ചരിത്രത്തിൽ മുൻപ് ശ്രമിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ചെനാബ് പാലം പദ്ധതി. ഈഫൽ ടവറിനേക്കാൾ ഉയർന്നതും മണിക്കൂറിൽ 260 കിലോമീറ്റർ വേഗത്തിലുള്ള കാറ്റിനെയും ഭൂകമ്പങ്ങളെയും കടുത്ത താപനില വ്യതിയാനങ്ങളെയും നേരിടാൻ കഴിവുള്ളതുമായ ഇത് കൃത്യമായ എഞ്ചിനീയറിംഗ് തന്ത്രത്തോടെ മാത്രം രൂപപ്പെട്ടതല്ല. വഴക്കമുള്ള മനോഭാവവും ദൃഢനിശ്ചയവും ആവശ്യമുള്ള ഒരു പദ്ധതിയായിരുന്നു. ഖനനത്തിനിടെ വ്യത്യസ്ത ഘടനയിലുള്ള പാറകൾ ശ്രദ്ധിക്കപ്പെട്ടതിനെ തുടർന്ന് ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികളെ അടിസ്ഥാനമാക്കി സാഹചര്യത്തിനൊത്ത തീരുമാനങ്ങൾ സ്വീകരിക്കുക എന്ന ഒരു സമീപനത്തിന് ഡോക്ടർ ലത തുടക്കമിട്ടു. സ്ലോപ്പ് സ്റ്റെബിലിറ്റി, ആങ്കറിംഗ്, അടിത്തറ രൂപകൽപ്പന എന്നിവയിലെ അവരുടെ വൈദഗ്ധ്യം ഈ പദ്ധതിയുടെ നട്ടെല്ലായി മാറി. 2021 ഡോക്ടർ ലതയ്ക്ക് മികച്ച വനിതാ ജിയോ ടെക്നിക്കൽ ഗവേഷകയ്ക്കുള്ള അവാർഡ് ലഭിച്ചു. പിന്നീട് 2022 ആസാദി കാ അമൃത് മഹോത്സവ് ആഘോഷങ്ങളിൽ ഇന്ത്യയിലെ സ്റ്റീം പട്ടികയിൽ മികച്ച 75 വനിതകളിൽ ഒരാളായി അവർ തിരഞ്ഞെടുക്കപ്പെട്ടു. ഡിസൈൻ ആസ് യു ഗോ, ദ കേസ് സ്റ്റഡി ഓഫ് ചെനാബ് റെയിൽവേ ബ്രിഡ്ജ് എന്ന പേരിൽ ഒരു ശ്രദ്ധേയമായ പ്രബന്ധം അവർ എഴുതി. ഇത് പദ്ധതിയുടെ സാങ്കേതിക സങ്കീർണത രേഖപ്പെടുത്തുന്നു. ചെനാബ് പാലം ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതമാണ്. എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഈ പാലം കശ്മീരിനെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. ഇത് സാമ്പത്തിക വികസനവും തന്ത്രപരമായ പ്രതിരോധ ശേഷിയെയും മെച്ചപ്പെടുത്തുന്നു. ഇതിനെല്ലാം അപ്പുറം ഗ്രാമീണ ഇന്ത്യയിൽ നിന്നുള്ള ഒരു സ്ത്രീ എല്ലാ തടസ്സങ്ങളെയും മറികടന്ന് ശാസ്ത്രത്തെയും എഞ്ചിനീയറിംഗിനെയും പുനർനിർവചിച്ചുകൊണ്ട് രാജ്യത്തിന്റെ മികച്ച എഞ്ചിനീയറായി ഉയർന്നു വന്നതിന്റെ ചരിത്രമാണിത്. അടുത്ത തവണ ഹിമാലയൻ മൂടൽമഞ്ഞിലൂടെ കടന്നു പോകുമ്പോൾ ചെനാബ് റെയിൽ പാലത്തിന്റെ വിസ്മയിപ്പിക്കുന്ന പശ്ചാത്തലം കാണുമ്പോൾ ഓർക്കുക, ഈ മഹാത്ഭുതത്തിനു പിന്നിൽ ദൃഢനിശ്ചയത്തിന്റെയും ത്യാഗത്തിന്റെയും ഒരു അടിത്തറയുണ്ട്. ഈ ദൗത്യത്തിനായി തന്റെ ജീവിതത്തിന്റെ 17 വർഷം നൽകിയ ഡോക്ടർ ജി മാധവീലത എന്ന ധീരവനിത. കൂടുതൽ റെയിൽവേ വാർത്തകൾക്കായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.